അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഡ്ലിൻ്റെയും ദോശൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം രണ്ടിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഇഡ്ഡലിയോ എത്ര ദോശയോ കഴിക്കണമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അത്രക്കും ടേസ്റ്റാണ്. നിങ്ങളിതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കുറച്ച് വറ്റൽമുളക് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 8 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായാൽ അതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്താൽ 15ഓളം വെളുത്തുള്ളിയാണ് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 20 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളി വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കുക. തക്കാളി ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ച ഉണക്കമുളകും ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചമ്മന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ദോശയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അടുത്തതായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കായത്തിൻ്റെ പൊടി കൂടാൻ പാടില്ല, അപ്പോൾ കയ്പ്പ് രസം വരും. ഇതൊന്ന് ചൂടായി വന്നാൽ അടുത്തത് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കുക. ഇപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അപ്പത്തിൻ്റെ ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ
അസ്സലാമു അലൈക്കും.